ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള അമേരിക്കൻ നീക്കത്തിന് തുടക്കമായി. തിങ്കളാഴ്ച ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കത്തിനിടെ 6 ഇറാനിയൻ ബോട്ടുകൾ തകർത്തതായും മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടതായും US സൈന്യം അറിയിച്ചു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ തന്ത്രപ്രധാനമായ ഈ ജലപാത ഇറാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ദൗത്യം ആരംഭിച്ചത്. ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനിൽ നിന്നും തിരിച്ചുപിടിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി വൻ സന്നാഹമാണ് അമേരിക്ക മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനിടെ മേഖലയിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമായ മറുപടി നൽകിയില്ല. കഴിഞ്ഞ മാസം 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച UAEക്ക് നേരെ ഡ്രോണാക്രമണം നടത്തുന്നതുൾപ്പെടെയുള്ള പ്രകോപനങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ശ്രമിക്കുന്നതായി കൂപ്പർ സമ്മതിച്ചു. കപ്പലുകൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്തതായും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ ഇറാൻ സൈന്യം അമേരിക്കൻ സേനയുടെ പരിസരത്തു നിന്നും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 15,000-ഓളം സൈനികർ, യുദ്ധക്കപ്പലുകൾ, 100-ലധികം വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവയാണ് പ്രൊജക്ട് ഫ്രീഡത്തിൽ പങ്കെടുക്കുന്നത്. വാണിജ്യ കപ്പലുകളെയും സ്വന്തം സേനാ വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ അധികാരവും സൈനിക കമാൻഡർമാർക്ക് നൽകിയിട്ടുണ്ടെന്ന് കൂപ്പർ വ്യക്തമാക്കി. കപ്പലുകളെ കേവലം അകമ്പടി സേവിക്കുന്നതിലുപരിയായ ബഹുമുഖ പ്രതിരോധ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കടലിടുക്കിൽ തിങ്കളാഴ്ച ദക്ഷിണ കൊറിയൻ കപ്പലിന് നേരെ സ്ഫോടനമുണ്ടായെങ്കിലും അത് അമേരിക്കയുടെ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നില്ലെന്ന് ട്രംപ് അറിയിച്ചു. ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ ദക്ഷിണ കൊറിയ കൂടി US നീക്കത്തിൽ പങ്കാളികളാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. 7 ഇറാനിയൻ ബോട്ടുകൾ തകർത്തതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. കടലിടുക്കിലെ ഇറാനിയൻ മൈനുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് ദൗത്യത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്.